رغبة حلت بقلبي زرت بيت الله يوما رافعا صوتي ملبي في رحاب البيت أقسم رغبة حلت بقلبي رغبة حلت بقلبي فرحة هزت كياني سكنت عقلي ولبي المقام من أمامي وأمامي بيت ربي فرحة هزت كياني سكنت عقلي ولبي المقام من أمامي وأمامي بيت ربي ورأيت الناس تدعو بخشوع زاد قربي عندها صحت إلهي أرتجي غفران ذنبي أرتجي غفران ذنبي رافعا صوتي ملبي في رحاب البيت أقسم رغبة حلت بقلبي زرت بيت الله يوما رافعا صوتي ملبي في رحاب البيت أقسم رغبة حلت بقلبي رغبة حلت بقلبي فبكت عيني دموعا بللت أطراف ثوبي فبكت عيني دموعا بللت أطراف ثوبي وتذكرت حبيبي ذلك الهادي المربي وتذكرت حبيبي ذلك الهادي المربي يا رسول الله يا من دربه القويم دربي لك أرسلت سلاما قد مزجت فيه حبي قد مزجت فيه حبي يوما رافعا صوتي ملبي في رحاب البيت أقسم رهبة حلت بقلبي زرت بيت الله يوما رافعا صوتي لبيك السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. إن إبراهيم كان أمة قانتا لله حنيفا ولم يكن من المشركين. صدق الله. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള ഹാജിമാരെ, ഹാജകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും ഈ സദസ്സിനെയും അനുഗ്രഹിക്കുമാറാവട്ടെ.
നമ്മുടെ ഈ സംഗമം പടച്ച തമ്പുരാൻ്റെ അടുക്കൽ സ്വീകാര്യമായ ഒരു സൽക്കർമ്മമായി അമലു സ്വാലിഹാത്തായി സർവശക്തനായ നാഥൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്യുമാറാവട്ടെ. ഇസ്ലാമിലെ ഏറെ സവിശേഷമായ ഒരു ആരാധനയാണ് ഹജ്ജ് കർമ്മം. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചാമത്തേതും ആരാധനകളിൽ ക്രമപ്രകാരം പറഞ്ഞാൽ നാലാമത്തേതുമാണ് ഹജ്ജ്. ഇസ്ലാമിക ലോകം ഏറെ സവിശേഷമായി ഈ ആരാധനയെ പരിഗണിച്ച് വരാറുണ്ട്. എല്ലാ വർഷവും കൃത്യമായി ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഹജ്ജ് കർമ്മം ഉദ്ദേശിച്ചുകൊണ്ട് ഹജ്ജ് ഉദ്ദേശിക്കുന്ന പുരുഷന്മാർ ഹാജിമാർ, ഹജ്ജ് ഉദ്ദേശിക്കുന്ന സഹോദരിമാർ ഹാജമാർ വിശുദ്ധ കഅബാലയം ലക്ഷ്യമാക്കി പ്രയാണം ചെയ്യുന്ന കാര്യം സമൂഹത്തിന് നന്നായി പരിചയമുള്ള ഒന്നാണ്. ആ സമയം വരുമ്പോഴേക്കും ലോകത്തിൻ്റെ ശ്രദ്ധ മക്കയിലേക്ക്, ഹറമിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഏറെ സവിശേഷമായ ഈ ഹജ്ജ് വിശ്വാസികളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ആ കർമ്മം നിർവഹിക്കാൻ വേണ്ട ഉപാധികൾ പൂർത്തീകരിക്കാൻ കഴിയുന്ന ഏതൊരാൾക്കും, ഉപാധികളെന്ന് പറഞ്ഞാൽ ശാരീരികമായ ശേഷി ഉണ്ടാവുക, സാമ്പത്തികമായ ശേഷി കൈവരിക, ഒപ്പം ഈ യാത്രയ്ക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ തൻ്റെ അധീനതയിലാവുക. അഥവാ പുതിയ കാലഘട്ടത്തിലെ വിസ നിയമം ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് ഹജ്ജ് കർമ്മത്തിന് പോകാനുള്ള സൗകര്യങ്ങൾ ഒത്തുവരിക എന്നാണ് ഉദ്ദേശ്യം. ഈ അടിസ്ഥാനത്തിൽ സൗകര്യങ്ങൾ ഒത്തുവന്ന ഏതൊരു വിശ്വാസിയുടെ മേലും ഹജ്ജ് കർമ്മം നിർബന്ധമാണ്. വലില്ലാഹി അലന്നാസ് ഹിജ്ജുൽ ബൈത്ത് മനിസ്തതാ ഇലൈഹി സബീല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങോട്ട് എത്തിച്ചേരാൻ സാധ്യമാകുന്ന ഏതൊരാളുടെ മേലും അള്ളാഹുവിന് വേണ്ടി ഈ ഭവനത്തിൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കൽ അവൻ്റെ മേൽ ബാധ്യതയാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറ ആലിമ്രാനിലൂടെ വിശ്വാസി സമൂഹത്തെ പഠിപ്പിക്കുന്നുണ്ട്. ഹജ്ജ് കർമ്മം ഇത്രമേൽ സവിശേഷമായി പരിഗണിക്കപ്പെടാനുള്ള കാരണം ഈ കർമ്മം വിശ്വാസിയുടെ സകല പാപങ്ങളിൽ നിന്നും അവനെ മുക്തനാക്കും എന്നതാണ്. അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി തിരുനബിയുടെ സന്നിധിയിൽ വന്ന ഒരു സന്ദർഭം ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിൻ്റെ അനുചരന്മാർ റളിയല്ലാഹു തആല അൻഹും അവർ കൂടിയിരിക്കുന്ന ഒരു സദസ്സിലേക്കാണ് അംർ ഇസ്ലാം സ്വീകരണ പ്രഖ്യാപനം നടത്താൻ വേണ്ടി കടന്നു വന്നത്. പ്രവാചകൻ തിരുനബിയുടെ കയ്യിൽ കൈവച്ച് ഷഹാദത്ത് കലിമ പ്രഖ്യാപിക്കാനിരിക്കുന്ന വേളയിൽ അദ്ദേഹം തിരുനബിയോട് ഇങ്ങനെ പറഞ്ഞു, ഒരു ഉപാധിയുണ്ട് ഇക്കാര്യത്തിൽ. എന്താണ് ഉപാധി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ അംർ മൊഴിഞ്ഞത് ഇങ്ങനെയാണ്, ഇത് മുഖേന എൻ്റെ പാപങ്ങളെല്ലാം പുറത്തു കിട്ടുമെന്ന് അങ്ങ് എനിക്ക് വാക്ക് തരണം. അപ്പോൾ പ്രവാചകൻ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞു, അമാ അലിം തയാ അംർ, അംറെ നിനക്കറിയില്ലേ, അന്നൽ ഇസ്ലാമ യഹ്ദിമുമാ ഖബ്ലഹു, ഒരാൾ ഇസ്ലാമിലേക്ക് വരുന്നത് മുഖേന അവൻ്റെ ജീവിതത്തിലെ കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കും, ആ പാപങ്ങളെല്ലാം ഇല്ലാതായിത്തീരും. വ അന്നൽ ഹിജ്റത തഹ്ദിമുമാ ഖബ്ലഹ, ആദർശം അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അതിന് പറ്റുന്ന ഒരു നാട് തേടി ഒരാൾ പലായനം ചെയ്താൽ ആ ഹിജ്റ മുഖേന, പലായന മുഖേന അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അതോടുകൂടി ഇല്ലാതായിത്തീരും. വ അന്നൽ ഹജ്ജ യഹ്ദിമുമാ ഖബ്ലഹു, ഒരാൾ ഹജ്ജ് ഭംഗിയായി നിർവഹിച്ചാൽ ആ ഹജ്ജ് മുഖേന അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കും, അവൻ്റെ പാപങ്ങൾ ഇല്ലാതായിത്തീരും. ഈ തിരുവചനത്തിൽ നിന്ന് ഹജ്ജിൻ്റെ മഹത്വം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹജ്ജ് യഥാവിധി നിർവഹിക്കുന്ന ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൽ അതുവരെയും സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മുക്തനാവുകയാണ് ചെയ്യുന്നത് എന്ന് വിശ്വാസികൾക്ക് ഏറെ പ്രതീക്ഷയും പ്രോത്സാഹനവും നൽകുന്ന ഒന്നാണ്. അതുകൊണ്ട് ഹജ്ജ് തൻ്റെ പാപങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യമായി, കർമ്മമായി, ആരാധനയായി കാണുകയും ചെയ്യുന്നു. ഇതോടൊപ്പം ഹജ്ജ് മുഖേന പാപങ്ങളിൽ നിന്ന് മുക്തനായി കഴിയുമ്പോൾ ആ വിശ്വാസി അന്ന് ഭൂമിയിൽ പിറന്നു വീണ ഒരു കുഞ്ഞിനെ പോലെയാണ് എന്നും വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅക യൗമി വലദതുഹു ഉമ്മു, ഒരാൾ ഹജ്ജ് നിർവഹിച്ചു, ആ ഹജ്ജിൽ സ്ത്രീ സംസർഗമുണ്ടായില്ല, അതിൽ ഒരു തരത്തിലുമുള്ള ധിക്കാരമോ അനാശാസ്യ അശ്ലീല പ്രവർത്തനങ്ങളോ ഉണ്ടായില്ല,
അതിൻ്റെ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത ഒന്നും സംഭവിച്ചില്ല. അങ്ങനെയാണ് ഹജ്ജ് നിർവഹിച്ചത് എങ്കിൽ റജാക്ക യൗമി വലദത്തുഹു ഉമ്മു, അവൻ്റെ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെയാണ് അവൻ മടങ്ങിയത്. അഥവാ അത്രയും വിശുദ്ധനായി പാപരഹിതനായി അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നാണ്. അപ്പോൾ ഹജ്ജ് മുഖേന ഒരു പുതുജന്മം സാധ്യമാകുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനെല്ലാം ഉപരിയായിട്ട് ഹജ്ജ് കർമ്മം സ്വർഗം നേടിക്കൊടുക്കുന്ന വലിയ ഒരു ആരാധനയായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത്. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വീകാര്യയോഗ്യമായ ഹജ്ജിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലം ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. ഇതെല്ലാം ഹജ്ജിൻ്റെ സവിശേഷമായ പുണ്യത്തെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും പഠിപ്പിക്കുന്ന ഇസ്ലാമിക അധ്യാപനങ്ങളാണ്. പാപരഹിതനായി അന്ന് ജനിച്ച കുഞ്ഞിനെപ്പോലെ സംശുദ്ധനായി സ്വർഗപ്രവേശനത്തിന് അർഹനായിത്തീരുന്ന വിധം ഒരു വിശ്വാസിനിയെ മാറ്റിയെടുക്കുന്ന ഉദാത്തമായ കർമ്മമാണ് ഹജ്ജ് എന്നതുകൊണ്ട് തന്നെ ഹജ്ജിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മഹത്വവും ഏറെ സവിശേഷമായ അളവിൽ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ സൗകര്യങ്ങൾ, ഹജ്ജിന് പോകാനുള്ള ഈ കർമ്മം നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ ഒത്തുവന്ന ശേഷം ഈ കർമ്മം നിർവഹിക്കാത്ത ഒരാൾ ഏറ്റവും വലിയ നന്ദികേടാണ് കാണിക്കുന്നത് എന്നും അവൻ കുഫറിൻ്റെ വഴിയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നും വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത് മനിസ്തതാ ഇലൈഹി സബീല വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. യഥാർത്ഥത്തിൽ അള്ളാഹുവിന് വേണ്ടി ഈ ഭവനത്തിങ്കൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കൽ സാധ്യമാകുന്ന വിശ്വാസികളുടെ മേൽ നിർബന്ധമാണെന്ന് പഠിപ്പിച്ച ശേഷം വമൻ കഫറ, ഇനി ആരെങ്കിലും നന്ദികേടാണ് കാണിക്കുന്നത് എങ്കിൽ തമ്പുരാൻ്റെ കൽപ്പനക്ക് വഴങ്ങി അവനോട് നന്ദി കാണിക്കേണ്ടതിന് പകരം, അവൻ്റെ കൽപ്പന അനുസരിക്കേണ്ടതിന് പകരം നന്ദികേടിൻ്റെ കുഫറിൻ്റെ വഴിയാണ് ഒരാൾ സ്വീകരിക്കുന്നത് എങ്കിൽ, നിഷേധത്തിൻ്റെ നിരാകരണത്തിൻ്റെ വഴിയാണ് സ്വീകരിക്കുന്നത് എങ്കിൽ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, മാലോകരെ ആശ്രയിച്ചല്ല അള്ളാഹുവിൻ്റെ നിലനിൽപ്പ് എന്ന്, അള്ളാഹു മാലോകരെ ആശ്രയിക്കേണ്ടവനല്ല എന്ന് വളരെ ഗൗരവത്തിൽ ഈ കൽപ്പന ധിക്കരിക്കുന്നവനുള്ള താക്കീതായിട്ട് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തിരി കൂടി കടന്നു പറഞ്ഞു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. യഥാർത്ഥത്തിൽ സൗകര്യങ്ങൾ ഒത്തുവന്നിട്ടും ഹജ്ജ് കർമ്മം നിർവഹിക്കാത്ത ഒരാൾ ഫൽ യമുത് യഹൂദിയൻ ഔ നസ്രാനിയ, അവൻ യഹൂദിയായോ നസ്രാനിയായോ മരിച്ചു പോയിക്കൊള്ളട്ടെ, അവൻ മുസ്ലിമായിട്ട് മരിക്കേണ്ടതില്ല എന്ന്. അവൻ വത്തിക്കാനിലേക്കോ ജെറൂസലേമിലേക്കോ തിരിഞ്ഞു കടന്ന് മരിക്കട്ടെ, അവൻ കഅബയിലേക്ക് മുഖം തിരിക്കേണ്ടതില്ല എന്ന് അത്രയും രൂക്ഷമായ ഭാഷയിൽ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയകമായ പ്രതികരണം രേഖപ്പെടുത്തിയതായും നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഹജ്ജ് കർമ്മം മനുഷ്യനെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു കർമ്മമാണ്. അവനെ ആത്മീയമായി ഉയർത്തുന്നതോടൊപ്പം അവൻ്റെ ചിന്തയെ സ്വാധീനിക്കുകയും വിശ്വാസത്തെ ദൃഢീകരിക്കുകയും അവൻ്റെ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ട വലിയ വലിയ പാഠങ്ങൾ അവനെ പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഹജ്ജിൻ്റെ സവിശേഷമായ ഒരു മുഖമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിൻ്റെ കൽപ്പന പാലിച്ച് ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശം പ്രഖ്യാപിക്കുന്നതോടുകൂടി അവർക്ക് വിഗ്രഹങ്ങളുമായോ പ്രതിഷ്ഠകളുമായോ ഒരു ബന്ധവും ഉണ്ടാവുകയില്ല. എന്നാൽ ഇவ்விധം വിഗ്രഹങ്ങളുമായും പ്രതിഷ്ഠകളുമായും ബന്ധമില്ലാത്ത വിശ്വാസികളുടെ മനസ്സിൽ, ഹൃദയത്തിൽ ചില പ്രതിഷ്ഠകളും വിഗ്രഹങ്ങളുമൊക്കെ കുടിയിരിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി നാം ഓർക്കേണ്ടതുണ്ട്. ഇസ്ലാമിലെ ഓരോ ആരാധനയും വിശ്വാസികളെ തൻ്റെ നാഥനുമായി അടുപ്പിക്കുന്നതോടൊപ്പം അള്ളാഹുമായി ആത്മബന്ധം സ്ഥാപിക്കാൻ അവരെ സഹായിക്കുന്നതോടൊപ്പം യഥാർത്ഥ ലക്ഷ്യമാകുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്ന ആ തഖ്വാബോധത്തിലേക്ക് അവരെ നയിക്കുന്നതോടൊപ്പം മനുഷ്യരുമായി ഇടപഴകി ജീവിക്കുന്നവർ എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ടും അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചും ജീവിക്കാൻ ആവശ്യമായ അടിസ്ഥാനപരമായ ഒരു മാറ്റം അവിടെ ഹൃദയത്തിലും ജീവിതത്തിലും ഈ ആരാധനകൾ കൊണ്ടുവരികയും ചെയ്യും. അതിന് തടസ്സമായി നിൽക്കുന്നത് മനുഷ്യ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുന്ന ചില താല്പര്യങ്ങളാണ്, ചില പ്രതിഷ്ഠകളാണ്. മനുഷ്യ മനസ്സിൽ ഇടം പിടിക്കുന്ന, കുടികൊള്ളുന്ന ഒരു പ്രതിഷ്ഠയാണ് അല്ലെങ്കിൽ വിഗ്രഹമാണ് ഞാൻ എന്ന് പറയുന്ന ആ ധിക്കാരത്തിൻ്റെ, അഹംഭാവത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ വർത്തമാനം. അനാനിയത്ത് എന്ന് അറബി ഭാഷയിൽ പറയും. ഞാൻ വലിയവനാണ്,
ഞങ്ങൾ അത്രമേൽ സ്വാധീനമുള്ളവരാണ്, ഞങ്ങൾ ആഗ്രഹിച്ചത് നടക്കും, ഞങ്ങൾ പലതും ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ തീരുമാനിച്ചാൽ നടന്നിട്ടുണ്ട് എന്നിങ്ങനെയുള്ള ഞാൻ എന്ന് പറയുന്ന ഈ വർത്തമാനം വിശ്വാസികൾക്ക് പാടില്ലാത്തതാണ്. അങ്ങനെയുള്ള ഒരു വികാരം മനുഷ്യ മനസ്സിൽ ഇടം പിടിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഇസ്ലാമിലെ നമസ്കാരം അതിൻ്റെ മറ്റെല്ലാ ശ്രേഷ്ഠതകൾക്കുമൊപ്പം, അതിൻ്റെ മറ്റെല്ലാ ആത്മീയമായ ചൈതന്യങ്ങൾക്കുമൊപ്പം മനുഷ്യ മനസ്സിൽ നിന്ന് ഞാനെന്ന ഈ ഭാവത്തെ ഇല്ലായ്മ ചെയ്യുക കൂടിയാണ് ചെയ്യുന്നത്. വിശ്വാസികളെല്ലാവരും ഒരുപോലെ ഈ നമസ്കാരത്തിൻ്റെ വേളയിൽ സുജൂദിൽ വീണ് കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ വരിവരിയായി നിൽക്കുന്ന ഈ നിൽപ്പിൽ, ഈ സുജൂദിൽ സാഷ്ടാംഗ പ്രണാമത്തിൽ കിടക്കുന്ന വിശ്വാസികളെ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മുമ്പിലെ വരിയിൽ നിൽക്കുന്നവൻ്റെ കാലിനടിയിലാണ് തൊട്ടടുത്ത നിരയിലുള്ളവർ തലവെച്ചിരിക്കുന്നത് എന്ന അത്ഭുതകരമായ കാഴ്ച. അവരെല്ലാവരും അള്ളാഹുവിൻ്റെ മുമ്പിലാണ് സുജൂദിൽ വീണിരിക്കുന്നത് എങ്കിലും ഇപ്പോൾ എവിടെയാണ് തലവെച്ചിരിക്കുന്നത് എന്ന് നിരീക്ഷിക്കുമ്പോൾ ആ നാട്ടിലെ പ്രമാണിയായ ഒരാൾ, അദ്ദേഹം വൈകിയാണ് പള്ളിയിൽ വന്നത് എങ്കിൽ അദ്ദേഹത്തിന് ഒന്നാമത്തെ വരിയിൽ സ്ഥാനം കിട്ടുക സാധ്യമല്ല. അദ്ദേഹം ഇപ്പോൾ തലവെച്ചിരിക്കുന്നത് അന്നാട്ടിലെ പാവപ്പെട്ട ഒരാളുടെ കാലിന് കീഴിലാണ്. നീ ഒരു വലിയ ഉദ്യോഗസ്ഥനാണ് എങ്കിൽ ഈ ഉദ്യോഗസ്ഥ സംവിധാനത്തിലെ ഒരു 4 ക്ലാസ് ജീവനക്കാരനാണ് നേരത്തെ ഈ പള്ളിയിൽ വന്നത് എന്നതിനാൽ ഈ വലിയ ഉദ്യോഗസ്ഥനായ താങ്കൾ ഇപ്പോൾ തലവെച്ചിരിക്കുന്നത് ആ 4-ാം കിട ഉദ്യോഗസ്ഥൻ്റെ കാൽ കീഴിലാണ്. അഹങ്കരിക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം? നിങ്ങളെല്ലാവരും എൻ്റെ മുമ്പിൽ സമന്മാരാണ്, എല്ലാവരും ഒന്നാണ് എന്ന വളരെ കൃത്യമായ ഒരു പാഠം നിങ്ങളുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഞാനെന്ന ഭാവത്തെ, അഹങ്കാരത്തിൻ്റെ ഈ പ്രതിഷ്ഠയെ, വിഗ്രഹത്തെ ഇല്ലായ്മ ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കുന്നു എന്ന ഒരു വലിയ സവിശേഷത നമസ്കാരമാകുന്ന ഈ ആരാധനയ്ക്കുണ്ട്. ഇത് കഴിഞ്ഞാൽ മനുഷ്യ മനസ്സിൽ ഇടം പിടിക്കാൻ സാധ്യതയുള്ള രണ്ടാമത്തെ ഒരു പ്രതിഷ്ഠയാണ്, വിഗ്രഹമാണ് ധനപൂജ എന്ന് പറയുന്നത്. പണത്തിനോട് വല്ലാത്ത ഒരു പൂജനീയ മനസ്സ് മനുഷ്യൻ്റെ ഒരു സവിശേഷതയായി നാം കണ്ടുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ വിശ്വാസി സമൂഹത്തിൻ്റെ മനസ്സിലും ഇങ്ങനെ ഒരു അവസ്ഥ സംഭവിക്കാം. ആ ധനപൂജയാകുന്ന ഈ പ്രതിഷ്ഠയെ എടുത്തു കളയാനാണ് ഇസ്ലാമിലെ രണ്ടാമത്തെ ആരാധനയാകുന്ന സക്കാത്ത് മനുഷ്യനോട് ആഹ്വാനം ചെയ്യുന്നത്. നിൻ്റെ കയ്യിലുള്ള പണം നിൻ്റേതല്ല, നിൻ്റെ നാഥൻ്റേതാണ്. നീ അതിൻ്റെ സൂക്ഷിപ്പുകാരൻ മാത്രമാണ്. അത് അവൻ്റെ ഇംഗിതവും കൽപ്പനയും അനുസരിച്ച് മാത്രമേ നീ ചിലവഴിക്കാവൂ. അവൻ്റെ താല്പര്യം അനുസരിച്ച് മാത്രമേ അത് ഉപയോഗിച്ച് സമ്പാദിക്കാനും പാടുള്ളൂ. അതുകൊണ്ട് നിൻ്റെ കയ്യിലുള്ള ധനത്തിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടാനുസാരം ഇടപെടാൻ കഴിയുന്ന ഒരു മാലിക്കുദ്ദീനാറായിട്ട് നീ മാറണം. ധനത്തെ കൈവശം വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇംഗിതപ്രകാരം ആ ധനം കൈകാര്യം ചെയ്യാനുള്ള കരുത്ത് നേടുന്നവനെയാണ് മാലിക്കുദ്ദീനാർ എന്ന് പറയുക. പക്ഷേ ഇന്ന് മനുഷ്യൻ മാലിക്കുദ്ദീനാർ എന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് മംലൂക്കുദ്ദീനാറായിട്ട് മാറിയിരിക്കുകയാണ്. പണത്തിൻ്റെ അടിമയായി മാറിപ്പോയിരിക്കുന്നു മനുഷ്യൻ. അള്ളാഹു അക്ബർ എന്ന് നാഴികക്ക് 40 വട്ടം പറയുന്നവരാണ് വിശ്വാസി സമൂഹം. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, അവനാണ് മഹാൻ എന്നാണ് പ്രഖ്യാപനത്തിൻ്റെ യഥാർത്ഥ അർത്ഥം. ഈ പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കെ തന്നെ യഥാർത്ഥത്തിൽ പണമാണ് വലുത്, ധനമാണ് വലുത് എന്ന് നാട്യം കൊണ്ടും ഭാവം കൊണ്ടും രീതി കൊണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്നവരാണ് പുതിയ കാലഘട്ടത്തിലെ വിശ്വാസികൾ എന്ന് നാം അറിയണം. ഇവിടെയാണ് ധനത്തോടുള്ള ഈ പൂജനീയമായ മനസ്സിനെ തകർത്ത് കളയുന്നത് ഇസ്ലാം. അതുകൊണ്ട് ധനപൂജയാകുന്ന ആ വിഗ്രഹത്തെ തകർക്കുകയാണ് സക്കാത്തിലൂടെ, സാമ്പത്തിക രംഗത്തെ ഒരുപാട് നിയമക്രമത്തിലൂടെ ഇസ്ലാം ചെയ്യുന്നത്. മൂന്നാമതായി മനുഷ്യ മനസ്സിൽ കുടികൊള്ളുന്ന ഒരു വിഗ്രഹമാണ് എൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത്. എനിക്ക് ഇഷ്ടമുള്ളത് കഴിക്കും, ഇഷ്ടമുള്ളത് കുടിക്കും, ഇഷ്ടമുള്ളതുപോലെ നടക്കും എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം എന്നാണ് ആ പ്രഖ്യാപനത്തിൻ്റെ പിന്നിലെ ഉദ്ദേശ്യം. എങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നമ്മുടെ ഇഷ്ടം എന്ന ഒന്നില്ല. അള്ളാഹുവിൻ്റെ ഇഷ്ടം, സൃഷ്ടിച്ച നാഥൻ്റെ ഇഷ്ടം, ഇസ്ലാമിൻ്റെ താല്പര്യം, കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും താല്പര്യം, ഇതാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് ഒരു പ്രസക്തിയുമില്ല. നമ്മുടെ ഇഷ്ടം, എൻ്റെ ഇഷ്ടം എന്ന് പറയുന്ന ആ ഇഷ്ടത്തെ ഇല്ലായ്മ ചെയ്യുകയാണ് ഇസ്ലാമിലെ മൂന്നാമത്തെ ആരാധനയാകുന്ന നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് വിചാരങ്ങളെ ഒതുക്കാനും വാക്കും പ്രവൃത്തിയും നിയന്ത്രിക്കാനും അള്ളാഹുവിൻ്റെ ഇച്ഛാനുസാരം അവൻ കൽപ്പിക്കുന്ന മുറക്ക് ജീവിക്കാനുമൊക്കെ നോമ്പിലൂടെ നാം പരിശീലനം നേടുന്നത്. ഈ 3 ആരാധനയും കഴിഞ്ഞു കടന്നാൽ പിന്നെ വരുന്ന ഇബാദത്താണ് ഇസ്ലാമിലെ ഹജ്ജ്. യഥാർത്ഥത്തിൽ ഹജ്ജ് മുഖേന ഏതേതു വിഗ്രഹങ്ങളെയാണ്, മനസ്സിൽ കുടികൊള്ളുന്ന ഏതേതു പ്രതിഷ്ഠകളെയാണ്
ഈ ആരാധന തകർത്ത് കളയുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ എല്ലാ ഇബാദാത്തുകളും കൊണ്ട് ഉദ്ദേശിക്കുന്ന എല്ലാ ലക്ഷ്യങ്ങളും ഹജ്ജ് മുഖേന നേടാൻ കഴിയുന്നു എന്ന്. ഞാനെന്ന ഭാവേന ഹജ്ജിന് പോകുന്നവന് ഹജ്ജില്ല എന്ന് നമുക്കറിയാം. കൂടെ വേലക്കാരനായിട്ട് സ്വന്തം ചിലവിൽ ഹജ്ജിന് സഹായിയായിട്ട് ഒരാളെ കൊണ്ടുപോകുന്നുണ്ട് എങ്കിൽ പോലും അവനോട് അഹങ്കാരത്തോടു കൂടി സംസാരിക്കാനോ ഞാനെന്ന ഭാവേനയുള്ള പെരുമാറ്റമോ രീതിയോ അവനോട് പ്രവർത്തിക്കാനോ പാടില്ല എന്ന് വളരെ കൃത്യമായി അനുശാസിക്കപ്പെട്ടിരിക്കുന്നു ഹജ്ജിൽ. അപ്പോൾ ഞാനെന്ന് പറയുന്ന ആ ഭാവത്തെ ഹജ്ജ് കർമ്മം തകർക്കുന്നു. അതോടൊപ്പം തന്നെ ധനപൂജയുമായി മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് ഹജ്ജ് സാധ്യമല്ല. ഇന്ന് സാമ്പത്തികമായി ഏറെ ചെലവുള്ള ഒരു കർമ്മമാണ് ഹജ്ജ്. അപ്പോൾ ധനപൂജയാകുന്ന മനുഷ്യ മനസ്സിൽ കുടികൊള്ളുന്ന ആ പ്രതിഷ്ഠയെയും ഈ ഹജ്ജ് കർമ്മം ഇല്ലായ്മ ചെയ്യുകയാണ്. എൻ്റെ ഇഷ്ടം എന്ന ഒന്നിന് പ്രസക്തിയില്ല എന്ന് ഹജ്ജ് തെളിയിക്കുന്നു. ഇഹ്റാമിൽ പ്രവേശിക്കുന്നതോടുകൂടി പിന്നെ നമ്മുടെ ഇഷ്ടമില്ല, നമ്മുടെ ഇഷ്ടാനുസാരമുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല, നമുക്ക് ഇഷ്ടമുള്ള സുഗന്ധം പൂശാൻ പാടില്ല, നമ്മുടെ കൂടെ നമ്മുടെ കുടുംബിനി ഉണ്ടെങ്കിൽ പോലും ഒരു കൊച്ചു വർത്തമാനം അവരോട് സാധ്യമല്ല. അപ്പോൾ നമ്മുടെ ഇഷ്ടം ഇല്ല, പിന്നീട് അള്ളാഹുവിൻ്റെ ഇഷ്ടം ഇത് ഹജ്ജ് കർമ്മത്തിലൂടെ നമുക്ക് നേടാൻ കഴിയുന്നു. അപ്പോൾ നോമ്പിൻ്റെ ഈ സവിശേഷമായ ഗുണം ഹജ്ജിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെല്ലാം പുറമെ മനുഷ്യ മനസ്സിൽ അല്ലെങ്കിൽ മനുഷ്യകുലത്തിൽ എക്കാലത്തും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന തെറ്റായ ഒരു വികാരമാണ് വംശീയത, ദേശീയത, അതുപോലെ തന്നെ സാമുദായികത, വർഗപരമായ വല്ലാത്ത ഒരു തെറ്റായ സമീപനമാകുന്ന വർഗീയത. ഇതെല്ലാം മനുഷ്യ മനസ്സിൽ ഇടം പിടിക്കുന്ന വ്യത്യസ്ത പ്രതിഷ്ഠകളാണ് എങ്കിൽ ഹജ്ജ് കർമ്മം മേൽപ്പറഞ്ഞ എല്ലാ പ്രതിഷ്ഠകളെയും താല്പര്യങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നതോടൊപ്പം ദേശീയതയെ, വംശീയതയെ, വർഗീയതയെ ഇല്ലായ്മ ചെയ്യുക കൂടി ചെയ്യുന്നു. അവിടെ അതിർവരമ്പുകൾക്കപ്പുറത്ത്, രാഷ്ട്രത്തിൻ്റെ അതിർവരമ്പുകൾക്കപ്പുറത്ത്, നിറത്തിൻ്റെയും ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും അതിർവരമ്പുകൾക്കപ്പുറത്ത് മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്ന് വളരെ കൃത്യമായി മനുഷ്യനെ പഠിപ്പിക്കുന്ന ഏക മാനവികതയുടെ ഉദാത്തമായ സന്ദേശം മനുഷ്യനെ ഉൾക്കൊള്ളാൻ പ്രേരിപ്പിക്കുന്ന കർമ്മം കൂടിയാണ് ഹജ്ജ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 5 മീഖാത്തുകൾ കടന്നു കഴിഞ്ഞ് നാനാഭാഗത്തു നിന്നും ആളുകൾ ആ പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നതോടുകൂടി പിന്നെ അവിടെ അമേരിക്കൻ, ആഫ്രിക്കൻ, ഏഷ്യൻ എന്നിങ്ങനെയുള്ള വ്യത്യാസങ്ങളില്ല. വെളുത്തവൻ, കറുത്തവൻ എന്ന വ്യത്യാസവുമില്ല. എല്ലാവരും അള്ളാഹുവിൻ്റെ അതിഥികളാണ്, ദുയൂഫുല്ലാഹ്. എല്ലാവരും അതാത് നാട്ടിൽ നിന്ന് അള്ളാഹുവിലേക്ക് ചെന്നു ചേരുന്ന, അവൻ്റെ സന്നിധിയിലേക്ക്, സമക്ഷത്തിങ്കിലേക്ക് ചെന്നു ചേരുന്ന നിവേദക സംഘങ്ങളാണ് വഫ്തുല്ല, വുഫൂദുല്ല. ഇങ്ങനെയാണ് അവരെ വിളിക്കുക. ഹുജ്ജാജ ബൈത്തില്ല, അള്ളാഹുവിൻ്റെ ഭവനം ലക്ഷ്യമാക്കുന്നവർ. لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك അപ്പോൾ അവിടെ നാം കണക്ക് കൂട്ടുന്ന ഒരു അതിർവരമ്പുകളുമില്ല. എല്ലാവരും ഒന്നായി ഒരേ വേഷത്തോടുകൂടി, ഒരേ മുദ്രാവാക്യത്തോടുകൂടി, ഒരേ സംഗതി ലക്ഷ്യമായി കണ്ടുകൊണ്ട് പ്രയാണം ചെയ്യുന്ന മനുഷ്യർ എന്ന നിലക്ക് അവർ ഏകോദര സഹോദരന്മാരാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ നാം ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു, നിങ്ങളെ വിവിധ വർഗ, വർണ്ണ, ദേശ, ഭാഷ, പശ്ചാത്തലമുള്ളവരാക്കി മാറ്റിയെടുത്തത്, അങ്ങനെ സംവിധാനിച്ചത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്, നിങ്ങൾക്ക് പരസ്പരം പരിചയപ്പെടാൻ കഴിയുന്നതിന് വേണ്ടിയാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളെ കൂട്ടത്തിൽ ആർ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ യഥാവിധി പാലിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ അവർക്കാണ് പ്രപഞ്ചനാഥൻ്റെ അടുക്കൽ അംഗീകാരവും ആദരവും ഉണ്ടാവുക എന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഏകമാനവികതയെ കൂടി മനുഷ്യനെ പഠിപ്പിക്കുന്നു ഹജ്ജ്. അപ്പോൾ എല്ലാ ആരാധനകളുടെയും മർമ്മവും അതിൻ്റെ ചൈതന്യവും ഒരുപോലെ സമ്മേളിക്കുന്ന ഉദാത്തമായ ഒരു കർമ്മമാണ് ഹജ്ജ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹജ്ജിനായുള്ള യാത്ര യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്കുള്ള യാത്രയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ വിളിച്ചിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്: അള്ളാഹു മനുഷ്യനെ 3 വിളി വിളിക്കുമെന്ന്. ഒന്നാമത്തെ ആഹ്വാനം അവൻ്റെ ദർശനത്തിലേക്കുള്ള,
ഈ ദീനിലേക്കുള്ള ആഹ്വാനമാണ്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനത്തിൻ്റെ വഴിയിലേക്ക് മനുഷ്യരെ വിളിക്കുന്നു. ഈ വിളിയാളം പ്രവാചകന്മാരിലൂടെ ഭൂമുഖത്ത് അഭംഗുരം തുടർന്നു. പ്രവാചകന് ശേഷം, പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഈ വിളിയാളം ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ വിളിക്ക് ഉത്തരം ചെയ്യാൻ ഭാഗ്യം ലഭിച്ച സഹോദരീ സഹോദരന്മാരാണ്, മുസ്ലിം സഹോദരീ സഹോദരന്മാരാണ് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു വിളി അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഹജ്ജിനായുള്ള വിളിയാണ് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. വഅസ്സിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയോട് ഹജ്ജിനായി ആഹ്വാനം ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയ ഭാഗമാണ് ഓതി കേൾപ്പിച്ച ഭാഗം. വഅസ്സിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, പ്രവാചകരെ അങ്ങ് ജനങ്ങളിൽ ഹജ്ജ് വിളംബരം ചെയ്യുക, ഹജ്ജിനായി വിളിക്കുക. ഇബ്രാഹിം അലൈഹിസ്സലാം ഈ കൽപ്പന ശിരസ വഹിച്ചുകൊണ്ട് ഹജ്ജിനായിട്ട് വിളിച്ചു. ആ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്നും പല ദിക്കുകളിൽ നിന്നും ഹജ്ജിനായി പോകുന്ന സഹോദരീ സഹോദരന്മാർ അങ്ങോട്ട് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടാമത് വിളിയാണ്. മൂന്നാമത് ഒരു വിളി കൂടി നമ്മുടെ കാര്യത്തിലൊക്കെ ബാക്കിയുണ്ട്. അത് മലക്കുൽ മൗത്ത് അസ്റായിൽ വന്ന് വിളിക്കുന്ന വിളിയാണ്. അള്ളാഹുവിലേക്കുള്ള യാത്ര, മടക്കം, മരണം, അതാണ് ആ വിളിയുടെ ഭാഗമായി സംഭവിക്കുക. വൈലേഹി തുർജഊൻ, അവങ്കലേക്കാണല്ലോ നമുക്ക് മടങ്ങാനുള്ളത്. അവനുമായി സന്ധിക്കേണ്ടുന്ന ഒരു രംഗം, അങ്ങനെ ഒരു സന്ദർഭത്തിന് വേണ്ടി നാം കാത്തിരിക്കേണ്ടതുണ്ടല്ലോ. യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, മാലോകരെല്ലാം റബ്ബുൽ ഇസ്സത്തായ നാഥന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സന്ദർഭം വരാനുണ്ട്. അപ്പോൾ ആ മഹ്ശറയിലെ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഇഹലോകത്തെ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് മരണാനന്തര ലോകത്തേക്ക് പ്രവേശിക്കുന്ന മരണം, അതിനു വേണ്ടിയുള്ള മലക്കുൽ മൗത്ത് അസ്റായിൽ മുഖേനയുള്ള വിളി, ഇതാണ് മൂന്നാമത്തെ വിളി. ഈ മൂന്ന് വിളിയിൽ രണ്ടാമത്തെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഹാജിമാരും ഹാജമാരും ആ കർമ്മഭൂമിയിലേക്ക് പോകാനിരിക്കുന്നത്. ഈ രണ്ടാമത്തെ വിളിയിൽ അവർക്ക് മതിയായ സമയമുണ്ട് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എന്നാൽ മൂന്നാമത് വിളിയിൽ നമുക്ക് സമയം കിട്ടാറില്ല. പലപ്പോഴും രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയവർ രാവിലെ എഴുന്നേൽക്കാത്ത അനുഭവം, രാവിലെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങിയവർ യഥാർത്ഥത്തിൽ ജനാസയായി വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ദുരനുഭവം, ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ മൂന്നാമത് വിളിയിൽ നമുക്ക് സമയമുണ്ടാവുകയില്ല എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. എന്നാൽ ഈ രണ്ടാമത്തെ വിളിയിൽ മതിയായ സമയമുണ്ട്. അതുകൊണ്ട് എൻ്റെ ബഹുമാന്യരായ ഹാജിമാരും ഹാജമാരും ശ്രദ്ധിക്കണം, ഇപ്പോൾ നിങ്ങൾക്ക് മതിയായ സമയമുണ്ട്. ഈ യാത്ര അള്ളാഹുവിലേക്കുള്ള യാത്രയാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയണം. എല്ലാവരുമായി ബന്ധപ്പെട്ട് തീർക്കേണ്ടതെല്ലാം തീർക്കണം, ഏൽപ്പിക്കേണ്ട കാര്യങ്ങൾ ഏൽപ്പിക്കണം, ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് മുന്നോട്ട് പോകണം. വസിയത്തുകളെല്ലാം കൃത്യമായിട്ട് തന്നെ അർഹതപ്പെട്ട ആളുകളെ ഏൽപ്പിക്കണം. ഇങ്ങനെ ഒരുങ്ങി ഇവിടെ നിന്ന് പുറപ്പെടാൻ സാധിക്കണം. മൂന്നാമത് യാത്രയിൽ അങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഈ യാത്രയും മൂന്നാമത് യാത്രയും തമ്മിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു തുണിയുടെ വ്യത്യാസമേ ഉള്ളൂ എന്ന് പറയാറുണ്ട്. കാരണം ഇഹ്റാമിൽ അവർ 2 തുണിയാണ് ഉപയോഗിക്കുന്നത്, ഒന്ന് ഉടുക്കാനും മറ്റൊന്ന് പുതക്കാനും. എന്നാൽ മൂന്നാമത്തെ യാത്രയിൽ നാം 3 തുണിയിലാണ് കഫൻ ചെയ്യാറുള്ളത്. ഈ ഹജ്ജ് വേളയിൽ ഒരു തുണി ഉടുത്തും ഒരു തുണി പുതച്ചും മുന്നോട്ട് പോകുന്നവർ ആ ഇഹ്റാമിലായിരിക്കെ തന്നെ മരണം സംഭവിച്ചാൽ ഇതേ 2 തുണിയിൽ തന്നെയാണ് അവരെ കഫൻ പുടവ അണിയിച്ചുകൊണ്ട് കഫൻ ചെയ്യുക എന്ന യാഥാർത്ഥ്യവും നാം തിരിച്ചറിയണം. അപ്പോൾ ഇങ്ങനെ ഒരു സാമ്യ വ്യത്യാസങ്ങൾ ഈ രണ്ടാമത്തെ വിളിക്കുത്തരം ചെയ്യുന്ന ഈ ഹജ്ജ് യാത്രയിലും മൂന്നാമത്തെ വിളിയാകുന്ന മലക്കുൽ മൗത്ത് അസ്റായിൽ മുഖേന സംഭവിക്കുന്ന ആ മരണത്തിലുമൊക്കെ ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം. അപ്പോൾ ഈ യാത്ര അള്ളാഹുവിലേക്കുള്ള യാത്രയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടി പുറപ്പെടാൻ നമുക്ക് സാധിക്കണം. നാം നമ്മുടെ വേരുകളെ പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന്, വീട്ടിൽ നിന്ന്, അയൽപ്പക്കത്ത് നിന്ന്, കുടുംബത്തിൽ നിന്ന്, സ്വന്തം ബന്ധുക്കളിൽ നിന്ന്, അവസാനം ഈ രാജ്യത്തു നിന്ന് പോലും നമ്മുടെ വേരുകളെ പറിച്ചെടുത്ത് അള്ളാഹുവിലേക്ക് നമ്മൾ യാത്ര പോവുകയാണ്. അത്രയും ഉദാത്തമായ ഒരു യാത്രയായിട്ടാണ് ഈ ഹജ്ജ് യാത്രയെ നാം കാണേണ്ടത്. അപ്പോൾ ഇത്രയും ചൈതന്യവത്തായ ഈ യാത്ര ജീവിതത്തിൽ ഇനി ഒരിക്കലും സംഭവിക്കാൻ അവസരം കിട്ടുമെന്ന് നാം പ്രതീക്ഷിക്കാത്ത ഒരു യാത്ര, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീക്ക് കൊണ്ട് മാത്രം ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ആർജിച്ച് തിരിച്ചു വരാൻ കഴിയുന്ന ഒരു യാത്ര. ആ യാത്രയുടെ എല്ലാ ചൈതന്യവും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമാറ്
നമ്മുടെ ഹജ്ജ് യാത്രയെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ യാത്ര നമുക്ക് ഫലപ്പെടണം, നമുക്ക് ഉപകാരപ്പെടണം. ഈ കർമ്മം നമുക്ക് ഉപകാരപ്പെടുന്ന വിധം സ്വീകാര്യമാകണമെങ്കിൽ 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഹജ്ജ് നടക്കുന്നത് അവിടെയാണ്, മക്കയിൽ, ഹറമിലും അതിൻ്റെ പരിസരത്തുമൊക്കെയായിട്ട്. എന്നാൽ ഈ യാത്ര നമുക്ക് സ്വീകരിക്കപ്പെടുന്ന ഒരു യാത്രയാക്കി മാറ്റിയെടുക്കണമെങ്കിൽ ഇവിടെ വെച്ച് നാം 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ 3 കാര്യങ്ങൾ യഥാവിധി ശ്രദ്ധിക്കാൻ കഴിയാതെ പോയാൽ യഥാർത്ഥത്തിൽ ഈ യാത്ര നമുക്ക് ഗുണപ്പെടുകയില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മെ ബോധവൽക്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടുന്ന 3 കാര്യങ്ങൾ ഭംഗിയായി ശ്രദ്ധിച്ചുകൊണ്ട് അത് യഥാവിധി ക്രമീകരിച്ചുകൊണ്ട് ആർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുവോ അവരാണ് മബ്രൂറും മക്ബൂലുമായ ഹജ്ജും ഉംറയുമൊക്കെ നിർവഹിച്ച സഹോദരി സഹോദരന്മാരായി തീരുക. അതിലൊന്നാമത്തേത് നിയ്യത്ത് ശരിയായിരിക്കണമെന്നാണ്. കൃത്യമായ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം പുറപ്പെടേണ്ടത്. നിഷ്കളങ്കമായിരിക്കണം ഈ യാത്ര, ഇഖ്ലാസോടു കൂടിയായിരിക്കണം. യഥാർത്ഥത്തിൽ ഈ യാത്രയുടെ സാക്ഷാൽ പ്രചോദനം, അതിനാണ് നിയ്യത്ത് എന്ന് പറയുക. അത് അള്ളാഹുവിൻ്റെ പ്രീതിയും അവൻ്റെ മഗ്ഫിറത്തും പാപമോചനവും അവൻ്റെ സ്വർഗവും ആഗ്രഹിച്ചു കൊണ്ടായിരിക്കണം. പേരിനും പെരുമക്കും ഹാജി എന്ന ഒരു പേര് തൻ്റെ നാമത്തോട് ചേർത്ത് വെക്കാനും വേണ്ടി ആവരുത് എന്ന് ചുരുക്കം. എല്ലാ വർഷവും ഹജ്ജിന് പോകുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഓരോ ആളുകൾ പോവാറുണ്ട്. ഇപ്രാവശ്യം ഞാനും എൻ്റെ കുടുംബിനെയുമാണ് പോകുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഒരു ഹജ്ജ് യാത്ര തീരുമാനിച്ചിരിക്കുന്നു എന്ന രീതിയിലൊക്കെയുള്ള വർത്തമാനത്തിനപ്പുറത്ത് നമ്മുടെ പാരത്രിക മോക്ഷം, മേൽപ്പറഞ്ഞ ഹജ്ജിൻ്റെ സവിശേഷമായ സ്വർഗപ്രവേശനം, ഇതെല്ലാം സാധ്യമാക്കിയെടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ആത്മാർത്ഥമായ യാത്രയായിരിക്കണം. അള്ളാഹുവിനെ മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് അവൻ്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട് ഈ കർമ്മം നിർവഹിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. വ അതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാ, ഹജ്ജും ഉംറയും നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി പൂർത്തീകരിക്കണം. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത്, അവിടെ ചെന്ന് അള്ളാഹുവിന് വേണ്ടി ഈ കർമ്മം ചെയ്യൽ വിശ്വാസികളുടെ മേൽ നിർബന്ധമാണ്. ഇത് പഠിപ്പിക്കുമ്പോഴൊക്കെ അള്ളാഹുവിന് വേണ്ടി എന്ന് കൃത്യമായിട്ട് ഈ കർമ്മം പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് യാത്രയേക്കാൾ വികാരത്തിൻ്റെ മുറ്റുള്ള ഒരു യാത്രയെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഹിജ്റ, പലായനമാകുന്ന യാത്രയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ ആ സംഘം മദീനയിലെത്തിയ ശേഷം ആ ഹിജ്റ സംഘത്തിൽ 1-2 പേർ തികച്ചും വ്യത്യസ്തമായ ചില ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പോയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചതായിട്ടാണ് ആ ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കുക. ഏറെ പ്രചാരമുള്ള ഒരു തിരുവചനമാണ് അത്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നിശ്ചയം കർമ്മങ്ങളെല്ലാം നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഉദ്ദേശ്യ ശുദ്ധിയെ നോക്കിയിട്ടാണ് കർമ്മങ്ങൾക്ക് ഫലം ലഭിക്കുക. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ഓരോരുത്തരും അവരെന്ത് ഉദ്ദേശിച്ചുവോ അതാണ് അവർക്ക് കിട്ടുക. ഫമൻ കാനത്ത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, ഏതൊരാൾ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും ഉദ്ദേശിച്ചുകൊണ്ട് ഹിജ്റ, പലായനം ചെയ്തുവോ, ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി, അപ്പോൾ അവൻ്റെ ഹിജ്റ അള്ളാഹുലേക്കും പ്രവാചകനിലേക്കും തന്നെ. വമൻ കാനത്ത് ഹിജ്റതുഹു ലിദുനിയാ യുസീബുഹാ അവിമ്രഅത്തിൻ യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, എന്നാൽ വേറെ ഒരാൾ ഹിജ്റ പോയത്, പലായനം ചെയ്തത് ഇത്തിരി ഭൂമി വാങ്ങാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ സംഘത്തിലെ ഒരു സഹോദരിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു കൊണ്ടാണ് എങ്കിൽ അവൻ്റെ ഹിജ്റ, പലായനം അവൻ എന്ത് ഉദ്ദേശിച്ചുവോ അതിനു വേണ്ടി മാത്രമാണ് എന്നും പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. 2 കൂട്ടരും ചെയ്ത കർമ്മം ഒരുപോലെ തന്നെ. ഹജ്ജ് യാത്രയേക്കാൾ ഏറെ വേദന മുറ്റുന്ന യാത്രയാണല്ലോ പലായനം. സ്വന്തം നാട് വിട്ടു പോവുക, ഒരിക്കലും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയില്ലാതെ. അതാണ് പലായനത്തിൻ്റെ പ്രത്യേകത. ഹജ്ജ് വേളയിൽ നമ്മുടെ സഹോദരീ സഹോദരന്മാർ മക്കയിലേക്ക് പോകുമ്പോൾ അവർ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോകുന്നത്. എന്നാൽ പലായനത്തിന് അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ വലിച്ചു പറിച്ചെടുത്ത് പോവുക എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനെയും വേദനിപ്പിക്കുന്ന ഒന്നാണ്. ജന്മനാടിനോട് അത്രമേൽ സ്നേഹമുണ്ടാകുമല്ലോ ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ. മഹാനായ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റയുടെ വേളയിൽ മക്കയുടെ അതിർത്തി കടന്ന് മദീനയിലേക്ക് എത്തും മുമ്പ് നോ മാൻസ് ലാൻഡ്, ആരുടേതുമല്ലാത്ത ആ വിശാലമായ പ്രദേശത്തേക്ക് കയറി നിന്ന് മക്കയെ നോക്കി യാത്ര പറയുന്ന, വിതുമ്പിക്കരയുന്ന ഒരു രംഗം ചരിത്രം നമ്മുടെ മുമ്പിൽ വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ സ്വന്തം ജന്മനാട് വിട്ട് പോവുക എന്നത്
അത്രമേൽ പ്രയാസമുണ്ടാക്കുന്ന ഒന്നാണ്. ആ പ്രയാസം പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിച്ചതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഈ രംഗത്തിലൂടെ. അപ്പോൾ അത്രയും ഉദാത്തമായ യാത്ര ഇതാണെങ്കിൽ സന്തോഷകരമായ യാത്രയല്ല. പകലിൽ എവിടെയോ മൺതിട്ടയുടെ പിറകിലും അതുപോലെ തന്നെ മണൽ കൂമ്പാരത്തിൻ്റെ താഴെയുമൊക്കെ അങ്ങനെ പാത്തും പതുങ്ങിയും ഇരുന്ന് രാത്രിയിൽ ശത്രുവിൻ്റെ കണ്ണിൽപ്പെടാതെ ദിവസങ്ങളോളം സഞ്ചരിച്ചാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന ഈ സംഘം അങ്ങ് എത്തിച്ചേരുന്നത്. അത്രയും പ്രയാസകരമായ ആ യാത്രയിൽ ഏതോ 1-1.5% ആളുകൾ യഥാർത്ഥത്തിൽ വേറെ എന്തോ ലക്ഷ്യമായിട്ടാണ് പോയത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ യാത്ര അവർക്ക് ഉദ്ദേശ ലക്ഷ്യത്തിലേക്കല്ല എത്തിയത്. അവർ അള്ളാഹുവിനെയും പ്രവാചകനെയും അല്ല പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത് മാത്രമേ അവർക്ക് കിട്ടിയുള്ളൂ. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെയും പ്രവാചകനെയും പ്രതീക്ഷിച്ചു കൊണ്ടുപോയവർക്ക് അവർ ഉദ്ദേശിച്ചത് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും കൃത്യമായി ഒരേ കർമ്മം ഒരുപോലെ നിർവഹിച്ച ആളുകളിൽ ഒരു കൂട്ടർ ലക്ഷ്യത്തിലേക്ക് എത്തുകയും വേറെ ഒരു കൂട്ടർ ലക്ഷ്യം പ്രാപിക്കാതെ വരികയും ചെയ്തതായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എങ്കിൽ ഹജ്ജിന് പോകുന്ന സഹോദരി സഹോദരന്മാരും മനസ്സിലാക്കണം, എല്ലാവരും ഒരുപോലെയാണ് പുറപ്പെടുന്നത്, എല്ലാവരും മക്കയിലേക്കാണ് ചെല്ലുന്നത്, എല്ലാവരും ഒരേ ദിനം തന്നെയാണ് കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നത്. പക്ഷേ എല്ലാവർക്കും ഒരേപോലെ പ്രതിഫലം നേടാൻ സാധ്യമല്ല എന്ന്, അത് ഓരോരുത്തരുടെയും ഉദ്ദേശത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന്, അവിടെ നീയത്ത് സംശുദ്ധമാണെങ്കിൽ മാത്രമേ ആ കർമ്മത്തിൻ്റെ പ്രതിഫലം ലഭിക്കൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് എന്ന് വളരെ കൃത്യമായി നാം മനസ്സിലാക്കണം. അതുകൊണ്ട് നിഷ്കളങ്കമായ ഇഖ്ലാസോടു കൂടിയുള്ള ഉദ്ദേശശുദ്ധി മുൻപിൽ വെച്ചുകൊണ്ടായിരിക്കണം, നീയത്തോടു കൂടിയായിരിക്കണം ഈ യാത്രക്ക് പുറപ്പെടേണ്ടത്. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഫലം നമുക്ക് ലഭ്യമാവൂ എന്നതാണ് ഈ യാത്ര നമുക്ക് അനുകൂലമായി മാറാനുള്ള ഒന്നാമത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. രണ്ടാമത്തേത്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ നമ്മുടെ പാപങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ആഗ്രഹിച്ചു കൊണ്ടാണ് നാം ഹജ്ജിന് പുറപ്പെടുന്നത്. 2 തരത്തിലുള്ള തെറ്റുകളാണ് നമുക്ക് സംഭവിക്കുക. അതിലൊന്ന്, നാമും നമ്മുടെ നാഥനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വന്ന വീഴ്ചകൾ, അല്ലെങ്കിൽ നാഥനുമായുള്ള ബന്ധത്തിൽ വന്ന തെറ്റുകുറ്റങ്ങൾ. അത് അവനോട് പൊറുക്കലിനെ തേടാൻ നമുക്ക് ധാരാളം അവസരങ്ങളുണ്ട്. ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളിലൂടെയാണ് ഹജ്ജ് കർമ്മത്തിൻ്റെ വേളയിലും ഹജ്ജിനായി എത്തിപ്പെട്ട് അവിടെ നിലകൊള്ളുന്ന സമയങ്ങളിലുമൊക്കെ ഹാജിമാരും ഹാജമാരും ഉണ്ടാവുക. എന്നാൽ രണ്ടാമത് ഒരിനം തെറ്റുകളുണ്ട്, തെറ്റുകുറ്റങ്ങൾ. അത് മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തിൽ വരുന്ന തെറ്റുകുറ്റങ്ങളാണ്. നാമും നമ്മുടെ മാതാപിതാക്കളും, നാമും നമ്മുടെ ഇണതുണകളും, നാമും നമ്മുടെ സന്താനങ്ങളും പേരമക്കളും, നമ്മുടെ അടുത്ത കുടുംബം, അകന്ന കുടുംബം, നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ട് വിവിധ തുറകളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന നിലക്ക് നമ്മുടെ ഇടപഴക്കങ്ങളിലും ബന്ധങ്ങളിലും കൊള്ളക്കൊടുക്കകളിലുമൊക്കെ വരാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, വീഴ്ചകൾ, അത്തരം തെറ്റുകുറ്റങ്ങളിൽ നിന്ന് കൂടി പശ്ചാത്തപിച്ച് മടങ്ങാൻ നമുക്ക് സാധിക്കണം. ആ പശ്ചാത്താപം സംഭവിക്കുന്നത് ആരുമായിട്ടൊക്കെയാണോ നാം ഈ ഇടപാടുകൾ നടത്തിയത്, ആരോടൊക്കെയാണോ നാം ഇടപഴകിക്കൊണ്ടിരുന്നത്, ആരുമായിട്ടൊക്കെയാണോ നാം അകലം പാലിച്ചു കൊണ്ടിരിക്കുന്നത്, അവരുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രശ്നങ്ങളിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള മാപ്പും വിട്ടുവീഴ്ചയുമൊക്കെ ചോദിച്ചു വാങ്ങിയും അവരെ കണ്ടും യാത്ര പറഞ്ഞും പൊരുത്തപ്പെടിച്ചുമൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ ഈ കർമ്മം സ്വീകാര്യമാവുകയുള്ളൂ. പലപ്പോഴും ആളുകൾ അങ്ങനെ ചെയ്യാറില്ല. ബന്ധങ്ങൾ നന്നാക്കാൻ ശ്രമിക്കാതെ പലപ്പോഴും അകന്നു നിൽക്കുന്നവരെ അകലത്തിൽ തന്നെ നിർത്തിക്കൊണ്ടൊക്കെ ഹജ്ജ് കർമ്മത്തിനായിട്ട് പോകുന്ന രീതിയുണ്ട്. ആ കർമ്മം സ്വീകാര്യമല്ല. ഹജ്ജിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു രംഗം അറഫ മൈതാനിയിലേക്ക് ഹാജിമാർ കടന്നു വരുന്ന ദുൽഹജ്ജ് 9 രംഗമാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. ഈ മുദ്രാവാക്യം ഉച്ചരിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യർ ദുൽഹജ്ജ് 9 അറഫ മൈതാനിലേക്ക് കടന്നു വരുന്ന ഒരു കാഴ്ച കാണാം. അന്നേ ദിനത്തിന് ഒരു സവിശേഷതയുണ്ട്. ഈ ദിനം ഭൂമിയോട് തൊട്ട് നിൽക്കുന്ന ഒന്നാനാകാശത്ത് സമാഉദ്ദുന്യയിൽ അള്ളാഹുവിൻ്റെ മുഖറബീങ്ങളായ മലായിക്കത്തുകളും ഹാജമാരെ കാണാനും കേൾക്കാനും വേണ്ടി അവിടെ ഹാജരുണ്ടാകുമെന്നാണ്. അങ്ങനെ ലബ്ബൈക്ക് ചൊല്ലിയിട്ട് ഈ അറഫ മൈതാനിലേക്ക് കടന്നു വരുന്ന ഹാജിമാരിൽ ചിലരെ നോക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ സമീപത്തിരിക്കുന്ന മലക്കളോട് പറയുമത്രേ, ഉത്റുകൂ ഹാദൈൻ ഹത്താ ഇസ്തർഹ, അവരെ നിങ്ങൾ വിട്ടേക്കൂ, ഇവരെ നിങ്ങൾ വിട്ടേക്ക്, നാം അവരെ കാണുന്നില്ല, ഇവരെ കേൾക്കുന്നില്ല. എന്താണ് ഇങ്ങനെ പറയാനുള്ള ന്യായം എന്ന ചോദ്യത്തിന് പ്രവാചകൻ തിരുനബി പഠിപ്പിച്ച വാചകം ഇങ്ങനെയാണ്: അവരെ വിട്ടേക്ക്, അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കാതെ വന്നവരാണ്. അപ്പോൾ ബന്ധങ്ങൾ നന്നാക്കാതെ മനുഷ്യരുമായി ബന്ധപ്പെട്ട് നാം ചെയ്തു പോയ
തെറ്റുകുറ്റങ്ങളിൽ നിന്നും വീഴ്ചകളിൽ നിന്നും വാക്കാൽ, പ്രവൃത്തിയാൽ, സാമ്പത്തികമായ ഇടപാടിനാൽ, അങ്ങനെ അതിലൊക്കെ വന്ന വീഴ്ചകൾ അവരോട് പൊറുക്കലിനെ തേടാതെ നാം ഹജ്ജിന് പോയാൽ നമ്മുടെ കർമ്മം അള്ളാഹ് സ്വീകരിക്കുകയില്ല എന്ന് മാത്രമല്ല, ഈ പ്രവർത്തനത്തിൻ്റെ റിസൾട്ട് വിത്ത്ഹൽഡായി പോകും, നമ്മളെ അള്ളാഹ് പരിഗണിക്കുകയില്ല എന്ന യാഥാർത്ഥ്യം വളരെ കൃത്യമായി നാം മനസ്സിലാക്കണം. അപ്പോൾ ഈ അർത്ഥത്തിൽ പശ്ചാത്താപ മനസ്സോടുകൂടിയാണ് രണ്ടാമതായി ഈ കർമ്മം അതിൻ്റെ പൂർണ്ണതയിൽ ലഭ്യമാകാൻ വേണ്ടി നാം നിർവഹിക്കേണ്ടുന്ന, അതിൻ്റെ ചൈതന്യത്തോടു കൂടി നമുക്കത് കിട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടി നിർവഹിക്കേണ്ടുന്ന വശമായിട്ട് നാം മനസ്സിലാക്കേണ്ടത്. മൂന്നാമത് ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം, എങ്കിലേ ഈ ഹജ്ജ് കർമ്മം നമുക്ക് അനുകൂലമാവുകയുള്ളൂ. അത് ഇതിനു വേണ്ടി ചിലവഴിക്കുന്ന അണപ്പൈ ഹലാലായിരിക്കണം എന്നതാണ്. യഥാർത്ഥത്തിൽ പറയേണ്ടത് ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിക അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയല്ല പറയേണ്ടത് എന്നാണ്. നമ്മുടെ ഏതൊരു കർമ്മവും, നമസ്കാരവും, എന്തിനേറെ പറയുന്നു പ്രാർത്ഥന വരെ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നാം കഴിക്കുന്ന ആഹാരം ഹലാലായ മാർഗ്ഗേണ സമ്പാദിച്ചതായിരിക്കണം. നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് മുതൽ അങ്ങോട്ട് നമ്മുടെ വരുമാനമായിട്ട് ഏതെല്ലാം മേഖലകളിലൂടെ എന്തെല്ലാം നമ്മുടെ കയ്യിൽ വരുന്നുണ്ടോ അതെല്ലാം യഥാർത്ഥത്തിൽ അനുവദനീയമായ മാർഗ്ഗേണ സമ്പാദിച്ചതായിരിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാത്ത പക്ഷം നമ്മുടെ പ്രാർത്ഥന പോലും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ്. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയിൽ തൻ്റെ സഹാബൈ കിറാമിനെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കെ ഒരു മനുഷ്യനെ വർണ്ണിച്ചതായി ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. സുമ്മ ദക്കറ റജുല, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു. അഷ് അസാവ അഗ്ബറ, മുടിയും താടിയുമൊക്കെ ജടകുത്തിയ, വസ്ത്രത്തിൽ അഴുക്ക് പുരണ്ട ഒരാൾ. യമുദ്ദു യദഹു ഇലല്ലാഹി യാ റബ്ബ് യാ റബ്ബ്, 24 മണിക്കൂറും ഇരു കരങ്ങളും അള്ളാഹുവിലേക്ക് ഉയർത്തിയിട്ട് പടച്ചവനെ പടച്ചവനെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ. ഈ മനുഷ്യൻ വല്ലാത്ത അളവിൽ ആരാധനയിൽ മുഴുകിയതുകൊണ്ട് മുടിയിലും താടിയിലും എണ്ണ തേച്ച് ചീകി വെക്കാൻ കഴിയാതെ പോയി. വസ്ത്രം അലക്കി തേച്ച് ഉടുക്കാൻ അദ്ദേഹത്തിന് അവസരവും കിട്ടാതെ പോയി. അങ്ങനെ മുഴുസമയം ഇബാദത്തിൽ മുഴുകിയ ഒരു മനുഷ്യൻ. പക്ഷേ ആ മനുഷ്യനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫഅന്നാ യുസ്തജാബു ലഹു, ഈ മനുഷ്യൻ്റെ പ്രാർത്ഥന എങ്ങനെയാണ് അള്ളാഹ് സ്വീകരിക്കുക, അഥവാ ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നർത്ഥം. എന്താണ് അതിന് കാരണമെന്ന് സഹാബൈ കിറാം അന്വേഷിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്ത വർത്തമാനം ഇങ്ങനെയാണെന്ന് ആ ഹദീസിൽ നമുക്ക് വായിക്കാം. വമത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം, അദ്ദേഹം കഴിക്കുന്ന ആഹാരം, അദ്ദേഹം കുടിക്കുന്ന പാനീയം, അദ്ദേഹം ഉടുക്കുന്ന വസ്ത്രം, ഇതെല്ലാം വാങ്ങിയത് ഹറാമിൻ്റെ സമ്പാദനം കൊണ്ടാണ്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത അനധികൃതമായ സമ്പാദനം മുഖേനയാണ്. ഫഅന്നാ യുസ്തജാബു ലഹു, പിന്നെ എങ്ങനെയാണ് ഈ മനുഷ്യൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുക എന്ന് പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നു. അഥവാ ഈ മനുഷ്യൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നർത്ഥം. സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ സമ്പാദനം ഹറാമു കൂടി കലർന്നതും ഹറാമിൻ്റെ വഴിയിലും ഉള്ളതാണ്. ഹലാല് ഹറാം പരിഗണിക്കാതെയാണ്. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ പ്രാർത്ഥന പോലും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നിരിക്കെ, ഏതൊരു ആരാധനയും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നാം കഴിക്കുന്ന ആഹാരം അനുവദനീയമായ മാർഗ്ഗേണ നേടിയതായിരിക്കണം എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഈ കർമ്മത്തിൽ മാത്രമല്ല, നാം നിസ്സാരമായി നടത്തുന്ന ഒരു പ്രാർത്ഥന പോലും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ഉപാധിയുണ്ട് എന്ന് പറയേണ്ടി വരുന്നത്. എന്തായിരുന്നാലും ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ ഉത്ബോധനം തന്നെയുണ്ട്. ഇതിനായി ചെലവഴിക്കുന്ന അണപ്പൈ ഹലാലായ മാർഗ്ഗേണ നേടിയതായിരിക്കണമെന്ന്. അല്ലാത്ത പക്ഷം ലബ്ബൈക്ക് ചൊല്ലിയിട്ട് അറഫ മൈതാനിലേക്ക് വരുന്ന ചില ഹാജിമാരെ നോക്കിയിട്ട് മലക്കുകൾ പറയുമത്രേ, ലാ ലൈസ ലക ലബ്ബൈക്ക് ലാ ലബ്ബൈക വലാ സഅദൈക്ക്, നിൻ്റെ ലബ്ബൈക്കിന് അള്ളാഹു മറുപടി പറയില്ല, നിൻ്റെ വിളി അവൻ കേൾക്കില്ല, നിന്നെ കാണില്ല, നിന്നെ നോക്കില്ല, നിന്നെ സ്വീകരിക്കില്ല. എന്താണ് പ്രവാചകരെ ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന ചോദ്യത്തിന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, സാദുക ഹറാം വറാഹിലതുക ഹറാം വഹജ്ജുക മഅ്സൂർ ഗൈറു മബ്രൂർ, നിൻ്റെ ഈ ഹജ്ജിന് വേണ്ടിയുള്ള പാതയം, ഈ യാത്രയുമായി ബന്ധപ്പെട്ട് നീ ഒരുക്കിയ ഒരുക്കങ്ങൾ, അതുപോലെ തന്നെ വറാഹിലതുക ഹറാം, നിൻ്റെ യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുപാട് സന്നാഹങ്ങൾ, അതിൻ്റെ ചെലവുകൾ എല്ലാം ഹറാമിൻ്റെ മാർഗ്ഗേണയുള്ള സമ്പാദനം കൊണ്ടാണ്. അതുകൊണ്ട് ഹജ്ജുക മഅ്സൂർ, നിൻ്റെ ഹജ്ജ് കുറ്റകരമായ ഹജ്ജാണ്, ഗൈർ മബ്രൂർ, അത് ഒരിക്കലും സ്വീകാര്യമല്ല എന്ന് ഈ മലക്കുകൾ വിളിച്ചു പറയുമെന്നാണ്. അപ്പോൾ ഹറാമായ മാർഗ്ഗേണയുള്ള സമ്പാദനം കൊണ്ടാണ്
ഈ കർമ്മത്തിന് ഒരാൾ പുറപ്പെടുന്നത് എങ്കിൽ അവൻ്റെ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഈ 3 സംഗതികൾ യഥാവിധി പരിഗണിക്കാതെയാണ് ഹജ്ജ് കർമ്മത്തിന് പോകുന്നത് എങ്കിൽ നാം വ്യക്തമായി മനസ്സിലാക്കണം, ആ ഹജ്ജ് സ്വീകാര്യമാവുകയില്ല. കർമ്മം നടക്കുന്നത് അവിടെയാണ് എങ്കിലും അവിടെ വെച്ച് നിർവഹിക്കുന്ന ഈ ഹജ്ജ് കർമ്മം സ്വീകാര്യമാകുമോ ഇല്ലേ എന്ന് ഈ 3 സംഗതികളുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ ആളുകളുടെ നിലപാട് എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ച് നമുക്ക് പറയാൻ സാധിക്കും.